കഷ്ടപ്പെട്ടെന്ന് തോന്നുമല്ലോ. സാർ അയാളെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടിയോ? അന്വേഷിക്കുന്നുണ്ട്. അയാൾ അവിടെ തന്നെ ആക്കാനാണോ പ്ലാൻ? പിന്നെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? കൊണ്ടുപോവാണെങ്കിൽ വേണ്ട, ഞങ്ങൾ കൊണ്ടുപോക്കോളാം. ആരെങ്കിലും അന്വേഷിച്ചു വരുന്നവരെ ഞങ്ങൾ നോക്കിക്കോളാം. നല്ല കാര്യം. നീ വാ. പിന്നെ കൊണ്ടുപോകുന്നതൊക്കെ കൊള്ളാം. നാളെ ഇതിന്റെ പേര് എന്തെങ്കിലും വള്ളി വന്നു കഴിഞ്ഞാൽ അത് ഞാൻ ഏറ്റോളാന്ന് അവിടെ എഴുതി കൊടുത്തിട്ട് വെക്കും. അല്ലെങ്കിൽ നമ്മൾ അവനെ ഇവിടെ കൊണ്ടുപോകും. നീ പറ. അറിയില്ല. സാറെന്തിനാ സാർ അവളന്മാരുടെ പയ്യനെ പറഞ്ഞോട്ടെ? നമ്മൾ പിന്നെ ഇവിടെ കൊണ്ടുപോകാനോ? അവരെന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. പേരെന്താ? വീടെവിടാ? നല്ലോണം വിശക്കുന്നുണ്ടല്ലേ? ഈ കൈക്ക് വേദനയുണ്ടോ? അയ്യോ, എന്നാ താരാട്ട് പോയി തോളത്തിട്ട് ഉറക്കടി അവന്. നീ ഇവിടെ എടി, നമുക്ക് ഇയാളെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാം. നിന്റെ ചാട്ടം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഇത് അങ്ങോട്ടുള്ള പോക്കാണ്. നിനക്കെന്ത് ബോധമില്ലേ? ഈ പിടിച്ചിരിക്കണ വള്ളി അത്ര ചെറുതൊന്നല്ല, ഓർത്തോ? ആ, ചെറുതല്ല. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. ഇനി ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ അത് നമ്മുടെ തലയിലിരിക്കും. ഇനി ആരെങ്കിലും വന്ന് കൊണ്ടുപോകുന്നവരെ നമ്മൾ നോക്കിയേ പറ്റൂ. എടി, അതിന് ഫെർണാണ്ടസ് സമ്മതിക്കണ്ടേ? അതിനൊരു വഴിയുണ്ട്. എന്താ? നിങ്ങൾ കപ്പിൾസാന്ന് പറയാം. വേറൊരു എളുപ്പ വഴിയുണ്ട്. നിന്റെ അച്ഛനാന്ന് പറഞ്ഞാൽ മതി. പിന്നെ എന്ത് ചെയ്യാനാ? എന്തേലൊക്കെ വഴി കണ്ടുപിടിക്കണം. ഇനിയിപ്പോ എന്തായാലും അങ്ങോട്ടൊന്നും കൊണ്ടുപോയിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ഗൗതം വിളിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി കൂലി കൊടുക്കാം അങ്ങോട്ട്. എത്രനായി? ആ, വയസ്സ് നീ തന്നെ കൊടുത്തത്. വീക്കെൻഡ് ആയതുകൊണ്ടും അവിടെ ആരും ഇല്ലാത്തതുകൊണ്ടും 2 ദിവസത്തേക്ക് നിർത്താം. മറ്റൊന്നും ഒന്ന് കൊണ്ടുപോകണം. ഉറപ്പ്? അല്ല, ആര് ഇതുകൊണ്ട് ഭാഗ്യല്ലോ ഒരു അച്ഛനാ. നീ ഇപ്പൊ കൊണ്ടോ, ബാക്കിയൊക്കെ ഞാൻ വഴി പറയാം. മനീഷല്ലേ പോയി? അവനെന്താ ഇവിടെ?